ഹായ് കുഞ്ഞുമക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടീച്ചർക്കൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഉഷാറ് പോരല്ലോ. ഭക്ഷണം കഴിച്ചില്ലേ എല്ലാവരും? കഴിച്ചുവോ? എന്നാൽ ഉറക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. എന്തു ചെയ്യുന്നു എൻ്റെ കുഞ്ഞുമക്കൾ? എന്താ ചെയ്യുന്നത്? കളിക്കുകയാണോ? ആണല്ലേ. എന്തു കളിയാ കളിക്കുന്നത്? എന്തു കളിയാ മക്കളെ? ഒളിച്ചു കളിയാണോ? ആണല്ലേ. എന്തോ പറയുന്നുണ്ടല്ലോ. കളിപ്പാട്ടം കൊണ്ട് കളിക്കുകയാണോ? ആണല്ലേ. കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ആണോ? ആണല്ലേ. കളിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നല്ലേ? പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. വ്യായാമം കിട്ടുന്നല്ലേ? ഓടുമ്പോഴും ചാടുമ്പോഴും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവർക്കും കളിപ്പാട്ടമുണ്ടല്ലോ. ഉണ്ടല്ലേ. എന്നാൽ ടീച്ചർ കുറേ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചു തരാം. റെഡിയല്ലേ എല്ലാവരും? റെഡിയാണോ? ആരുടെ കളിപ്പാട്ടമെന്നോ? ടീച്ചർ പറഞ്ഞില്ല അല്ലേ. ഇത് അമ്മുവിൻ്റെ കളിപ്പാട്ടമാണ്. ആരുടെ കളിപ്പാട്ടം? അമ്മുവിൻ്റെ കളിപ്പാട്ടം. നമുക്ക് നോക്കാം ഏതെല്ലാം കളിപ്പാട്ടങ്ങൾ അമ്മുവിന് ഉണ്ടെന്ന്. ഇതേത് കളിപ്പാട്ടമാണ് മക്കളെ? ഏത് കളിപ്പാട്ടമാണ്? ഉറക്കെ പറയൂ. ബസ്. ബസ്സാണല്ലേ. എൻ്റെ കുഞ്ഞുമക്കൾ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. നമ്മൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ബസ്സിൽ കയറുന്നു. പക്ഷെ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, ഈ ബസ്സിൽ കയറാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. മിടുക്കന്മാർ. ഇത് എന്താണ്? ഇതൊരു കളിപ്പാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. ഇത് ഏതാണ് മക്കളെ? ഇത് പറയുന്നുണ്ടല്ലോ, ജീപ്പാണല്ലേ. കണ്ടില്ല എല്ലാവരും? ജീപ്പാണ്. എൻ്റെ കുഞ്ഞുമക്കൾ ജീപ്പിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. നല്ല മക്കൾ. പക്ഷെ ഈ ജീപ്പിൽ കയറാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇത് എന്താണ്? ഇതും ഒരു കളിപ്പാട്ടമാണ്. ഇത് തത്തയാണല്ലേ. തത്തയെ കണ്ടിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞുമക്കൾ തത്തയെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? വീട്ടിൽ വളർത്തുന്നുണ്ടെന്നോ? വീട്ടിൽ വളർത്തുന്നുണ്ടല്ലേ. പക്ഷേ ഈ തത്തയെ വീട്ടിൽ വളർത്തുന്നുണ്ടോ? ഉറക്കെ പറയൂ. ഇല്ല അല്ലേ. ഇത് ഇതും ഒരു കളിപ്പാട്ടമാണ്. ഇനി നോക്കാം നമുക്ക്. എന്താണ് മക്കളെ? പന്തല്ലേ. ആണല്ലോ. പന്ത് കളിക്കാൻ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണല്ലേ. ഇഷ്ടമല്ലേ? ആണല്ലേ. ഇനി ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് എൻ്റെ കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞ ടീച്ചറോട്. പട്ടാളക്കാരുണ്ടല്ലേ.
എത്ര പട്ടാളക്കാരുണ്ട്? എത്ര? 2 പട്ടാളക്കാരുണ്ടല്ലേ. 1 2 1 2. പിന്നെ എന്തുണ്ട്? ബലൂൺ ഉണ്ടല്ലേ. 2 ബലൂണുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ചിത്രം കണ്ടല്ലോ. ഇനി എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഏത് കളികളാണ് ഇഷ്ടം എന്ന് പറയാമോ? ഏതൊക്കെ കളികളാണ് ഇഷ്ടം? കളിപ്പാട്ടം കൊണ്ട് മാത്രമേ കളിക്കാൻ പറ്റൂ? അല്ല അല്ലേ. കളിപ്പാട്ടം കൊണ്ടും കളിക്കാം, കളിപ്പാട്ടം ഇല്ലാതെയും കളിക്കാം അല്ലേ. എന്നാൽ എൻ്റെ കുഞ്ഞുമക്കൾ ടീച്ചറോട് കുറച്ച് കളികളുടെ പേര് പറയാമോ? കേൾക്കട്ടെ ടീച്ചർ. ഗോലി കളിയാണോ? ഇതാണല്ലേ ഗോലി കളി അല്ലേ. നിങ്ങളെല്ലാവരും കളിക്കാറുണ്ടല്ലേ. എന്താണ് ഗോലി കളി? ഉറക്കെ പറഞ്ഞേ എല്ലാവരും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഗോലി കളി. അടുത്തൊരു കളിയുടെ പേര് പറയൂ. കുട്ടിയും കോലും അല്ലേ. കുട്ടിയും കോലും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിയാണോ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള കളിയാണോ? അതെ അല്ലേ. കുട്ടിയും കോലും കളി. അടുത്ത കളി ഏതാണ് മക്കളെ? ഉറക്കെ പറയൂ. ഒളിച്ചു കളിയല്ലേ. ഒളിച്ചു കളിയല്ലേ. ഒരാൾ കണ്ണുപൊത്തി എണ്ണുന്നു, മറ്റു കുട്ടികൾ ഒളിക്കുന്നു. ഇഷ്ടമാണല്ലേ നിങ്ങൾക്ക്? ഒളിച്ചു കളി നല്ല ഇഷ്ടമുള്ള കളിയാണല്ലേ. ഒളിച്ചു കളി. ഇനി ടീച്ചർ ചോദിക്കട്ടെ എൻ്റെ കുഞ്ഞുമക്കളോട്, നിങ്ങൾക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങളുണ്ട്? ഏതൊക്കെ കളിപ്പാട്ടങ്ങളുണ്ട്? ബസ്സുണ്ടല്ലേ. ബസ്സുണ്ടല്ലേ. വിമാനമുണ്ടല്ലേ. JCB ഉണ്ടല്ലേ. പാവയുണ്ടല്ലേ. എന്താണ് മക്കളെ? പന്ത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പന്ത് കളിക്കാൻ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഏത് കളിപ്പാട്ടമാണ് ഏറ്റവും ഇഷ്ടം? ഏതാണ്? JCB ആണോ? ആണല്ലേ. ഇനി ടീച്ചർ ഒരു കളിപ്പാട്ടം കാണിക്കുന്നുണ്ട്. ഇതേതാണ്? ഏത് കളിപ്പാട്ടമാണ്? ഓലപ്പന്ത്. ഏതാണ്? ഉറക്കെ പറയൂ. ഓലപ്പന്ത്. ഈ കളിപ്പാട്ടം ഏതാണ് മക്കളെ? കണ്ണട അല്ലേ. കണ്ണട. ഇതേതാണ് മക്കളെ? എൻ്റെ കുഞ്ഞുമക്കൾ പറയൂ. വാച്ചല്ലേ. ഇഷ്ടമാണോ എല്ലാവർക്കും വാച്ച്? ആണല്ലേ. എൻ്റെ കുഞ്ഞുമക്കൾ പറഞ്ഞോളൂ, ഇതേത് കളിപ്പാട്ടമാണ്? മാല അല്ലേ. മാല, കണ്ണട, വാച്ച്, ഓലപ്പന്ത്. പിന്നെ ടീച്ചർ ചോദിക്കട്ടെ, ഈ കളിപ്പാട്ടങ്ങളെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരാണിത് വാങ്ങിത്തരുന്നത്? സമ്മാനം കിട്ടിയതാണോ? അതെയല്ലേ. ബന്ധുക്കൾ വാങ്ങിത്തരുന്നതാണോ? ആണല്ലേ. എന്തോ പറയുന്നുണ്ടല്ലോ കുഞ്ഞുമക്കൾ. കടയിൽ നിന്ന് വാങ്ങിയതാണോ? അപ്പോൾ നമുക്ക് കളിപ്പാട്ടങ്ങൾ കടയിൽ നിന്നും വാങ്ങാം, സമ്മാനം കിട്ടുകയും ചെയ്യും, ബന്ധുക്കൾ വാങ്ങിത്തരികയും ചെയ്യും. ആണല്ലോ. എന്താണ്? മുത്തശ്ശി ഉണ്ടാക്കി തന്നതോ? മുത്തശ്ശി ഉണ്ടാക്കി തന്ന കളിപ്പാട്ടങ്ങളുണ്ടല്ലേ.
ചേട്ടൻ ഉണ്ടാക്കി തന്ന കളിപ്പാട്ടങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കളിപ്പാട്ടങ്ങൾ കടയിൽ നിന്നും വാങ്ങാം, വീട്ടിൽ നിന്നും ഉണ്ടാക്കാം. കളിപ്പാട്ടങ്ങൾ കടയിൽ നിന്നും വാങ്ങാം, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈ കളിപ്പാട്ടങ്ങൾ ഇഷ്ടമായില്ലേ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് കളിപ്പാട്ടങ്ങൾ ഇഷ്ടമായില്ലേ? ഇഷ്ടമായോ? ആയെന്നോ? എന്നാൽ ടീച്ചർ ഇപ്പോൾ പോകട്ടെ. ടാറ്റാ. ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടു അല്ലേ? അതിനോടൊത്ത് കളിച്ച് സന്തോഷിച്ചിരിക്കുകയാണോ എല്ലാവരും? ആണല്ലേ? എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ കണ്ടു? എന്താ? പാവകൾ കണ്ടെന്നോ? പിന്നെയോ? വണ്ടികൾ കണ്ടല്ലേ? പിന്നെ എന്താ എൻ്റെ മക്കൾ കണ്ടത്? എന്താ? ബലൂണ് കണ്ടെന്നോ? ആഹാ, അതിനോടൊത്ത് കളിച്ച് രസിച്ചിരിക്കുകയാണല്ലേ എല്ലാവരും? പിന്നെ ഇനി നമുക്കൊന്ന് ആടിപ്പാടി കളിച്ചാലോ? എന്താ മക്കൾക്ക് ആടിപ്പാടി കളിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എന്നാൽ എൻ്റെ കുഞ്ഞുമക്കൾ ആ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി വെച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നല്ലോ. എന്താ? ഏതു പാട്ടാണെന്നോ? അതെ, നിങ്ങളെപ്പോലെയുള്ള ഒരു കുഞ്ഞു കൂട്ടുകാരിയുണ്ട്. അവളുടെ പേര് അമ്മു എന്നാണ്. അവൾക്കും ഒരു പാവക്കുട്ടിയുണ്ട്. എന്താണെന്നോ? ഒരു പൂവാലി പശുക്കുട്ടി. എന്താ? പൂവാലി പശുക്കുട്ടി. അവൾ എന്നും അതിനോടൊത്ത് പാട്ടുപാടി കളിക്കും. ആ പാട്ട് നമ്മൾക്കും ഒന്ന് പാടി നോക്കിയാലോ? മക്കളും തയ്യാറല്ലേ? ആണല്ലേ? ടീച്ചർ ആദ്യം ആ പാട്ടൊന്ന് പാടിത്തരാട്ടോ. മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ മക്കളെ, പാവക്കുട്ടിയുടെ പേരെന്താണെന്നോ? അത് അമ്മ എങ്ങനെയാ വിളിക്കുന്നതെന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു തരട്ടെ. പൂവാലി, പൂവാലി. എന്നിട്ട് അവൾ പാട്ട് പാടുന്നുണ്ട്. ടീച്ചർ പാടട്ടെ ആ പാട്ട്? ശ്രദ്ധിച്ച് കേൾക്കണം. പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മു, ഒന്നാം വിളിക്കോള് കാതോർത്തു നിൽക്കുന്നു. എങ്ങനെയാ മക്കളെ? പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മു, ഒന്നാം വിളിക്കോള് കാതോർത്തു നിൽക്കുന്നു. പൂവാലി പൂവാലി രണ്ടു വിളിച്ചമ്മു, രണ്ടാം വിളിക്കോള് കൊമ്പ് കുലുക്കുന്നു. എന്താ ചെയ്തത്? രണ്ടാം വിളിക്കോള് കൊമ്പ് കുലുക്കുന്നു. പിന്നെയോ? പൂവാലി പൂവാലി മൂന്ന് വിളിച്ചമ്മു, മൂന്നാം വിളിക്കോള് ഓടിക്കളിക്കുന്നു. പിന്നെ എന്താ ചെയ്തതെന്നറിയോ? പൂവാലി പൂവാലി നാല് വിളിച്ചമ്മു, നാലാം വിളിക്കോള് ചാടിക്കളിക്കുന്നു. പിന്നെയും അമ്മ വിളിച്ചു. പൂവാലി പൂവാലി അഞ്ചു വിളിച്ചമ്മു, അഞ്ചാം വിളിക്കോള് വാല് കുലുക്കുന്നു. എൻ്റെ മക്കൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? എന്നാൽ ടീച്ചർ അതിൻ്റെ ആംഗ്യം കൂടി കാണിക്കട്ടെ. നിങ്ങൾ ഒന്നിച്ച് പാട്ട് പാടണം കേട്ടോ. തുടങ്ങിയാണ്. പൂവാലി പൂവാലി ഒന്ന് വിളിച്ചമ്മു, ഒന്നാം വിളിക്കോള് കാതോർത്തു നിൽക്കുന്നു. പിന്നെയോ? പൂവാലി പൂവാലി രണ്ട് വിളിച്ചമ്മു, രണ്ടാം വിളിക്കോള് കൊമ്പ് കുലുക്കുന്നു. എന്താ ചെയ്തത്? രണ്ടാം വിളിക്കോള്
കൊമ്പ് കുലുക്കുന്നു. പിന്നെയോ പൂവാലി പൂവാലി മൂന്ന് വിളിച്ചമ്മു, മൂന്നാം വിളിക്കോള് ഓടിക്കളിക്കുന്നു. എന്താ ചെയ്തത്? മൂന്നാം വിളിക്കോള് ഓടിക്കളിക്കുന്നു. പിന്നെയും വിളിച്ചു അല്ലേ? എങ്ങനെയാ? പൂവാലി പൂവാലി നാല് വിളിച്ചമ്മു, നാലാം വിളിക്കോള് ചാടിക്കളിക്കുന്നു. എന്താ ചെയ്തത്? നാലാം വിളിക്കോള് ചാടിക്കളിക്കുന്നു. പിന്നെയും വിളിച്ചു അല്ലേ? നമുക്കൊന്ന് നോക്കാം. പൂവാലി പൂവാലി അഞ്ച് വിളിച്ചമ്മു, അഞ്ചാം വിളിക്കോള് വാലു കുലുക്കുന്നു. എന്താ ചെയ്തത്? അഞ്ചാം വിളിക്കോള് വാലു കുലുക്കുന്നു. മക്കൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു അല്ലേ? എന്നാൽ നമുക്ക് ഒന്നിച്ച് ഒന്ന് പാടി നോക്കിയാലോ? എൻ്റെ മക്കളും ടീച്ചറുടെ ഒന്നിച്ച് പാടണേ, എന്നിട്ട് കളിക്കുകയും വേണം. തുടങ്ങാം. എങ്ങനെയാ വിളിച്ചത്? അമ്മ എങ്ങനെയാ പാവക്കുട്ടിയെ വിളിച്ചത്? ആ, പൂവാലി എന്നല്ലേ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? പൂവാലി, എടി പൂവാലി. പിന്നെ ഇനി തുടങ്ങാം. എന്താ പാട്ട്? പാടട്ടെ? മക്കൾ ഒന്നിച്ച് കൂടണേ. പൂവാലി പൂവാലി ഒന്ന് വിളിച്ചമ്മു, ഒന്നാം വിളിക്കോള് കാതോർത്തു നിൽക്കുന്നു. പിന്നെയോ പൂവാലി പൂവാലി രണ്ട് വിളിച്ചമ്മു, രണ്ടാം വിളിക്കോള് കൊമ്പ് കുലുക്കുന്നു. എൻ്റെ മക്കൾ ചെയ്തല്ലോ, പാട്ട് പാടിയല്ലോ. അടുത്ത വരി കൂടി പാടാം. പൂവാലി പൂവാലി മൂന്ന് വിളിച്ചമ്മു, മൂന്നാം വിളിക്കോള് ഓടിക്കളിക്കുന്നു. എന്താ ചെയ്ത മക്കളെ? മൂന്നാം വിളിക്കോള് ആ ഓടിക്കളിക്കുന്നു. പിന്നെയോ എന്താ? എങ്ങനെയാ വിളിച്ചത്? പൂവാലി പൂവാലി നാല് വിളിച്ചമ്മു, നാലാം വിളിക്കോള് ചാടിക്കളിക്കുന്നു. മക്കളും ചെയ്തല്ലോ. പിന്നെയും വിളിച്ചില്ലേ അമ്മു? ആ, ഒന്ന് വിളിച്ചു നോക്കാം. പൂവാലി പൂവാലി അഞ്ച് വിളിച്ചമ്മു, അഞ്ചാം വിളിക്കോള് വാലു കുലുക്കുന്നു. അഞ്ചാം വിളിക്കോള് വാലു കുലുക്കുന്നു. അഞ്ചാം വിളിക്കോള് വാലു കുലുക്കുന്നു. എൻ്റെ മക്കൾ നല്ല പോലെ പാട്ടും പാടി കളിയും കളിച്ചു അല്ലേ? സന്തോഷമായോ എൻ്റെ മക്കൾക്ക്? പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു അല്ലേ? വീട്ടിൽ എല്ലാവർക്കും ഈ പാട്ട് പാടിക്കൊടുക്കണം കേട്ടോ. ടാറ്റാ. ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. ടീച്ചറെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ പരിചയപ്പെടുത്തിയല്ലേ? ഏത് കളിപ്പാട്ടാ ഇഷ്ടായേ? എല്ലാം ഇഷ്ടായെന്നോ? മിടുക്കരാണല്ലോ. എങ്കിലേ നമുക്ക് ഈ കളിപ്പാട്ടത്തിനെയൊക്കെ ഒന്ന് തരംതിരിച്ചാലോ? എങ്ങനെയാണെന്നോ? അതെ, ടീച്ചർ പറഞ്ഞു തരാട്ടോ. കടയിൽ നിന്നും വാങ്ങിയ കളിപ്പാട്ടവും നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കാറില്ലേ? ഓല കൊണ്ടും കടലാസ് കൊണ്ടും ചിരട്ടകൾ കൊണ്ടും നമുക്ക് അതിനെയൊക്കെ ഒന്ന് തരംതിരിച്ചു വെച്ചാലോ? എങ്ങനെയാ? കടയിൽ നിന്നും വാങ്ങിയതും നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയതും. റെഡിയല്ലേ കുഞ്ഞുമക്കളെ?
ദാ ഇത് കണ്ടോ? ഇതെന്താ? ആ, ബലൂണാണല്ലേ. ഇതേ ടീച്ചറെ ഇവിടെ വെച്ചോട്ടെ. ടീച്ചർ ഇവിടെ വെച്ചു. ദാ ഇതെന്താണ് മക്കളെ? വഞ്ചിയാണല്ലേ. നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയതാണല്ലേ. ഇതേ നമുക്ക് ഇവിടെ വെച്ചാലോ? ടീച്ചർ ഇതേ ഇവിടെ വെച്ചോട്ടെ. അപ്പോഴേ ടീച്ചറ് 2 കളിപ്പാട്ടങ്ങളായി തരംതിരിച്ചു. നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയതും നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതും. മനസ്സിലായല്ലോ? ഇനി ടീച്ചറെ ഓരോ കളിപ്പാട്ടവും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതെ, ഏതിലാ വെക്കേണ്ടതെന്ന് എൻ്റെ കുഞ്ഞുമക്കൾ പറയില്ലേ? ആ, പറയുമല്ലേ? എങ്കിൽ ടീച്ചർ ഓരോന്നും എടുത്ത് കാണിക്കട്ടെ. റെഡിയല്ലേ? ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ദാ ടീച്ചറെ എടുക്കാൻ പോവാണേ. ഇത് ഏത് കളിപ്പാട്ടാണ്? ബസ്സല്ലേ? നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല അല്ലേ. ഇത് നമ്മളെ കടയിൽ നിന്നും വാങ്ങിയതാണല്ലേ. എങ്കിലും എവിടെയാ വെക്കേണ്ടത്? കുഞ്ഞുമക്കൾ പറയൂ, എവിടെയാ വെക്കേണ്ടത്? ആ, ഇവിടെയാണോ? മിടുക്കരാണല്ലോ. ഇത് നമ്മളെ കടയിൽ നിന്നും വാങ്ങിയ കളിപ്പാട്ടമാണല്ലേ. ദാ ടീച്ചർ വെക്കുവാണേ. ഇതേത് കളിപ്പാട്ടാണ് മക്കളെ? കണ്ടോ? ഓല കൊണ്ടുണ്ടാക്കിയതാണല്ലേ. നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയതാണല്ലേ. എന്താ ഇതിൻ്റെ പേര്? ആ, ഓലപ്പന്ത്. എന്താണ്? ആ, ഓലപ്പന്താണല്ലേ. ഇതെവിടെയാ വെക്കേണ്ടത്? എവിടെയാ? ഇതിലാണോ? അല്ല അല്ലേ. എവിടെയാ? ഇതിലാണല്ലേ. നമ്മൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയ കളിപ്പാട്ടാണല്ലേ. അപ്പോഴേ ടീച്ചറ് ഇതിൽ വെക്കാട്ടോ. ഇതോ കണ്ടില്ലേ? ഓല കൊണ്ടുണ്ടാക്കിയ കണ്ണടയാണല്ലേ. ഇഷ്ടായോ? ഇതെവിടെയാ വെക്കേണ്ടത്? ഇതിലാണോ? അല്ല അല്ലേ. ആ, ഇതിലാണല്ലേ. ഇതിൽ വയ്ക്കട്ടെ. ഇതാ നല്ലൊരു പാവയാണല്ലേ. ഇതെവിടെയാ വെക്കേണ്ടത്? ടീച്ചർ ഇതിൽ വെക്കട്ടെ? വേണ്ട അല്ലേ. എവിടെയാ വെക്കേണ്ടത്? ആ, നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയതാണല്ലേ. എങ്കിലേ നമുക്കിതിൽ വെക്കാം. ടീച്ചർ വെച്ചോട്ടെ. ദാ വെച്ചല്ലോ. ഇതോ? ഇത് ആ, തത്തപ്പാവയാണല്ലേ. കടയിൽ നിന്ന് വാങ്ങിയതാണല്ലേ. ആ, എങ്കിലേ എവിടെയാ വെക്കേണ്ടത്? എവിടെയാ? ഇതിലാണല്ലേ. എല്ലാവരും മിടുക്കരാണല്ലോ. ടീച്ചർ വെക്കട്ടെ? ദാ വെച്ചല്ലോ. ഇതോ? ഇത് നമ്മൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണല്ലേ. ദാ കാറ്റാടി. കണ്ടില്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതെവിടെയാ വെക്കേണ്ടത്? ആ, നമ്മൾ ഉണ്ടാക്കിയ കളിപ്പാട്ടാണല്ലേ. എവിടെയാ വെക്കേണ്ടത്? ആ, ടീച്ചറെ ഇതിൽ വെക്കാട്ടോ.
ഇതോ നോക്കിയേ എല്ലാവരും. എന്താണിത്? ആ, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നോ? വാച്ചാണല്ലേ? ഓല കൊണ്ടുണ്ടാക്കിയ വാച്ചാണല്ലേ? ഇതെവിടെയാ വെക്കേണ്ടത്? ആ, എല്ലാവരും മിടുക്കരാണല്ലോ. പെട്ടെന്ന് പറഞ്ഞു അല്ലേ? ഇതിൽ വെക്കാൻ ടീച്ചറേ. ദാ വെച്ചല്ലോ. അങ്ങനെ നമ്മൾ കളിപ്പാട്ടങ്ങൾ രണ്ടായി തരംതിരിച്ചു. എങ്ങനെയൊക്കെ? നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതും നമ്മൾ ഉണ്ടാക്കിയ കളിപ്പാട്ടവും. നമ്മൾ ഉണ്ടാക്കിയ കളിപ്പാട്ടവും നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ കളിപ്പാട്ടവും അല്ലേ? ഇതുപോലെ നമ്മൾക്ക് നിറങ്ങൾ നോക്കിയും രൂപങ്ങൾ നോക്കിയും തരംതിരിച്ചൂടെ? ഇഷ്ടമായോ എല്ലാവർക്കും? നിങ്ങൾക്കും നിങ്ങളുടെ കളിപ്പാട്ടങ്ങളെ തരംതിരിക്കാമല്ലോ. ടീച്ചർ പോട്ടെ. ടാറ്റാ. മക്കളെ, നാളത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ചാർട്ട് പേപ്പറും ഒരു പെൻസിലും എടുക്കണേ. പ്രിയ രക്ഷിതാക്കളെ, പ്രീ സ്കൂൾ പഠനത്തിൻ്റെ ഭാഗമായുള്ള കളിയും കളിപ്പാട്ടവും എന്ന തീം ആസ്പദമാക്കിയ 3 പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കുട്ടികളെ സംബന്ധിച്ച് കളിയും കളിപ്പാട്ടവും അവർക്ക് പ്രിയപ്പെട്ട 2 കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയിൽ കളികൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനങ്ങളിലൂടെ ഏതൊക്കെ വികാസമാണ് കുട്ടിയിൽ ഉണ്ടായതെന്ന് നമുക്ക് പരിശോധിക്കാം. സ്വതന്ത്ര സംഭാഷണമായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. കുട്ടികളുമായുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെ കളിയും കളിപ്പാട്ടവും എന്ന വിഷയത്തിലേക്ക് അധ്യാപിക അവരുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ചോദ്യോത്തര രീതിയിൽ നടക്കുന്ന ഈ സൗഹൃദ സംഭാഷണത്തിൽ കുട്ടികൾക്ക് അവരുടെ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ഇതിലൂടെ അവരുടെ ആശയവിനിമയ ശേഷി വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാഷാ വികാസവും ഉണ്ടാകുന്നു. തടസ്സം കൂടാതെ ക്രമമായി കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കഴിവും കുട്ടിക്ക് ഇത്തരം സൗഹൃദ സംഭാഷണങ്ങളിലൂടെ കിട്ടുന്നതാണ്. രണ്ടാമത്തെ പ്രവർത്തനം ഒരു ആംഗ്യപ്പാട്ടായിരുന്നു. കുട്ടികൾക്ക് വളരെ സുപരിചിതമായ ഒരു നാടൻ പാട്ടിൻ്റെ ഈണത്തിൽ പൂവാലി പൂവാലി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ടീച്ചർ അവതരിപ്പിച്ചത്. അമ്മുവും അമ്മുവിൻ്റെ കളിപ്പാട്ടമായ പൂവാലി പശുവും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെയാണ് ഈ പാട്ടിലൂടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നത്. എല്ലാ കുട്ടികൾക്കും അവരുടെ കളിപ്പാട്ടങ്ങളുമായി ഒരു ആത്മബന്ധം ഉണ്ടാകും. കളിപ്പാട്ടവുമായുള്ള സംഭാഷണങ്ങളും ആത്മബന്ധവും കുട്ടിയുടെ മാനസിക വളർച്ചയിലും അതുപോലെ തന്നെ ഭാഷാ വികാസത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രവർത്തനം തരംതിരിക്കൽ ആയിരുന്നു. കളിപ്പാട്ടങ്ങളെ അവയുടെ വിവിധ സവിശേഷതകൾക്കനുസരിച്ച് തരംതിരിക്കുവാൻ കുട്ടിയോട് ആവശ്യപ്പെടുന്നു. ഇതിലൂടെ ബുദ്ധിവികാസമാണ് കുട്ടിക്കുണ്ടാകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി ഇന്നത്തെ കിളിക്കൊഞ്ചൽ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ പ്രവർത്തനവുമായി വീണ്ടും കാണാം.